ഹായ് ഹലോ ഫ്രണ്ട്സ്, ലണ്ടൻ ബ്രോഡ് ഏറ്റവും മുതലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചെറിയൊരു വാർത്ത പങ്കുവെക്കേണ്ടി വന്നതാണ് കേട്ടോ. UK ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന UK മലയാളി സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞ ദിവസം UK നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ ഒരു കത്തിക്കുത്ത് ആക്രമണവും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ്. കാരണം പലപ്പോഴും ഈ കുടിയേറ്റത്തിനെതിരെയുള്ള സംഘർഷങ്ങളായിട്ടൊക്കെയാണ് പല കത്തിക്കുത്താക്രമണങ്ങളും നമ്മൾ പല പത്രങ്ങളിലും വാർത്തകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ കുത്തേറ്റത് നമ്മളെ പോലെയുള്ള മലയാളികളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രവാസികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് വാർത്ത വായിച്ചെടുക്കുന്നത് എങ്ങനെയാണ്, ഈ പറഞ്ഞ മലയാളികളായിട്ടുള്ള പ്രവാസികൾക്കെതിരെ UK പൗരന്മാർ നടത്തുന്ന ആക്രമണം എന്ന രീതിയിലൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക. എന്നാൽ പല ആക്രമണങ്ങളും അങ്ങനെയല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനും നിങ്ങളുമായിട്ട് അതൊന്ന് സംസാരിക്കാൻ, നിങ്ങൾ അതിനെ പ്രിക്കോഷൻ എടുക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്ന അഭ്യർത്ഥിക്കുകയാണ്. നേരെ നമുക്ക് വീഡിയോട്ട് എടുക്കാം. കഴിഞ്ഞ ദിവസം UK നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലെ ഒരു സുഡാൻ വിദ്യാർത്ഥി നടത്തിയ കത്തിക്കുത്ത് ആക്രമണത്തെ തുടർന്ന് ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. ഈ ഒരു കത്തിക്കുത്തിന് 40 വയസ്സുകാരനായിട്ടുള്ള ഒരു സ്വദേശിയായിട്ടുള്ളൊരു യുവാവിന് പരിക്കേറ്റതായിട്ടും അറിയാൻ വേണ്ടി സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ ഒരു കത്തിക്കുത്ത് ആക്രമണത്തിൻ്റെ ദൃശ്യം വലിയ രീതിയിൽ വൈറലാവുകയും ഇതിനെ തുടർന്ന് തീവ്ര വലതുപക്ഷ പ്രവർത്തകരെല്ലാവരും ചേർന്ന് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പല വാഹനങ്ങൾക്കും വീടുകൾക്കും തീയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പശ്ചാത്തലത്തിൽ UK ഗവൺമെൻറ് കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നുള്ള രീതിയിലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുടിയേറ്റ വിരുദ്ധ നിയമങ്ങളും നയങ്ങളുമായിട്ടൊക്കെ തന്നെയാണ് ഈ ലേബർ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തവണയായിട്ട് തുടർച്ചയായിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കഠിനമായിട്ടുള്ള തോൽവിയാണ് ലേബർ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. അതും ഈ ഒരു തീവ്ര വലതുപക്ഷ സംഘടനയായിട്ടുള്ള തീവ്ര ദേശീയ സംഘടനയായിട്ടുള്ള റീഫോം UK എന്ന പാർട്ടിയാണ് കഴിഞ്ഞ 2 തവണയും മുന്നിൽ വന്നു നിന്നത്. അപ്പോൾ ഈ റീഫോം പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ് ഈ ഒരു കുടിയേറ്റത്തിനെതിരെയുള്ള അവരുടെ കുടിയേറ്റം കുറയ്ക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ലേബർ പാർട്ടിക്ക് ഒരു തലവേദന തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, UK ഭരിക്കുന്ന ഇവിടെ കെയർ സ്റ്റാമർക്ക് ലേബർ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ സ്ട്രീറ്റിങ്ങിനെ പോലെയുള്ള പല നേതാക്കന്മാരും കെയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും അവർ രാജിവെക്കുകയും ചെയ്തതിനെ തുടർന്ന് തന്നെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദത്തിലാണ് ഗവൺമെന്റും എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. വ്യാജ വിവാഹങ്ങൾ, അതായത് ഡിപ്പെൻഡൻറ്റ് വിസയൊക്കെ നമ്മൾ പല ആൾക്കാരും വിവാഹം കഴിച്ച് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള പല ആൾക്കാർ വ്യാജമായി വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നതിനെതിരെയൊക്കെ നടപടിക്രമങ്ങൾ സ്ട്രിക്റ്റ് ആക്കുകയും ബോട്ടിൽ വരുന്ന അഭയാർത്ഥികൾക്കെതിരെയുള്ള നടപടികൾ സ്ട്രിക്റ്റ് ആക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് വരാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പല വാർത്തകളിലും ന്യൂസിലൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം ഞാൻ ഇത് നമ്മുടെ UK നമ്മൾ വീഡിയോ കാണുന്ന മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. UK ഇങ്ങനെയുള്ള പല അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും നടക്കുന്ന ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ, മലയാളികളായിട്ടുള്ള നമുക്ക് അതിനെതിരെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. UK കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് പല തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരിലും അസ്വസ്ഥത വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. കാരണം ഭക്ഷണം, പാർപ്പിടം, ജോലി തുടങ്ങിയ പല കാര്യങ്ങളും അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ അതിന് പിന്നിൽ ഈ കുടിയേറ്റക്കാർ പെരുകുന്നതാണ് എന്ന രീതിയിലുള്ളൊരു അസ്വസ്ഥത അവരിലുണ്ട്. അത് തീർച്ചയായിട്ടും ആ ഒരു അസ്വസ്ഥത അവർക്ക് നമ്മളെപ്പോലെയുള്ള ലീഗലി വന്ന കുടിയേറ്റക്കാരെക്കാൾ കൂടുതൽ അവർക്ക് ആ ഒരു അസ്വസ്ഥതയുള്ളത് ഇല്ലീഗലായിട്ട് ബോട്ടിലും മറ്റു വ്യാജ രീതിയിലൊക്കെ വന്ന് UK സെറ്റിലാകുന്ന ആൾക്കാർക്കെതിരെയാണെന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ നമ്മളെപ്പോലെ ആൾക്കാർ ഇവിടെ ലീഗലി വന്ന ആൾക്കാർ തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇല്ലീഗലി വന്ന ആൾക്കാർ ജോലി ചെയ്യുന്നില്ല, ടാക്സ് കൊടുക്കുന്നില്ല. മറിച്ച് നമ്മളെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ടാക്സ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി കൂടി ഗവൺമെൻറ് ഉപയോഗിക്കുകയാണ്. അവർക്ക് ഭക്ഷണം, പാർപ്പിടം, അവർക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ താമസം, പഠനം, അവരുടെ കുട്ടികൾക്ക് പഠനം, ഇതെല്ലാം ഗവൺമെൻറ് നൽകുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ടാക്സ് പണം കൊണ്ടാണ്. അപ്പോൾ ഇതും ഈ ഒരു കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രക്ഷോഭത്തിനും കുടിയേറ്റക്കാർക്കെതിരെയുള്ള വിരോധത്തിനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബെൽഫാസ്റ്റിലൊക്കെ നടന്ന അക്രമങ്ങളൊന്നും മറ്റു സ്ഥലങ്ങളിലോട്ട് വ്യാപിച്ചിട്ടൊന്നുമില്ല, എങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് UK നടക്കുന്ന എല്ലാ അക്രമങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ കുടിയേറ്റങ്ങൾക്ക് എതിരെയുള്ള അക്രമങ്ങളൊന്നും ആയിരിക്കില്ല. അത് നമ്മൾ തിരിച്ച് നമ്മളെ ന്യൂസിലൊക്കെ വരുമ്പോൾ അങ്ങനെ ആയി വരുന്നതാണ്. അതായത് വാർത്താ പ്രാധാന്യമുള്ള രീതിയിലാണല്ലോ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാം. UK കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണം, 3 പേർ മരിച്ചു എന്നൊക്കെ ഒരു ന്യൂസ് കാണുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അയ്യോ എന്ത് പറ്റി എന്ന് ചിന്തിച്ച് നമ്മളെ ക്ലിക്ക് ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാർ
പല സംസ്കാരത്തിൽ നിന്ന് വരുന്ന പല ആൾക്കാരൊക്കെ ഉള്ളൊരു രാജ്യമാണല്ലോ UK എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിലേക്കാൾ വിഭിന്നമായിട്ട് ഞാൻ ശ്രദ്ധിച്ച വേറൊരു നെഗറ്റീവായിട്ടൊരു കാര്യം, റോഡിലൂടെയൊക്കെ പല കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ് തെറികളൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള കുറേ ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചില ആൾക്കാർ ഡ്രസ്സൊന്നും ഇടാണ്ട് ഓരോപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രാന്തന്മാരെന്നൊക്കെ പറയുമല്ലോ, പക്ഷേ നമുക്ക് താരതമ്യേന കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടത്തേക്കാളും കൂടുതൽ ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രാന്തന്മാരൊക്കെ ഇങ്ങനെ പിറുപിറുത്തൊക്കെ നടക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇതേപോലെ പല സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഇടയ്ക്ക് ഈ ലണ്ടൻ നഗരത്തിലൂടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മലയാളി പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പുതിയ കാഴ്ചയായിരിക്കും. ഇവിടെ UK പൗരന്മാർ അവർ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ നമ്മൾ അവരെങ്ങനെ എന്താണ് ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ഐ കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 90% അവരുടെ ദേഷ്യവും അവർ സംസാരിക്കുന്നതൊക്കെ നമുക്കെതിരെയാവും. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ശ്രദ്ധിച്ചാണ്, ഇതേപോലെ ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയുടെ മേലേക്ക് കയ്യിൽ വാട്ടർ ബോട്ടിലൊരു കുപ്പിയുണ്ട്, അതുകൊണ്ട് എറിയുകയും ഉറക്കെ തെറി വിളിക്കുകയും ചെയ്ത് പോകുന്നൊരു കാഴ്ചയുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാൾ റോഡിലൂടെ നടന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകുമ്പോൾ, തെറി പറഞ്ഞോ അല്ലെങ്കിൽ എന്തോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ ബസ് കാത്തു നിൽക്കുന്ന വ്യക്തി അറിയാതെ ഇയാളെങ്ങനെ നോക്കിപ്പോയി. അപ്പോൾ ഐ കോണ്ടാക്ട് കിട്ടിയപ്പോൾ മറ്റേ പ്രകോപിതനാവുകയും തെറി പറയുകയും ചെയ്തു. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ UK പ്രവാസി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്തോ വരുമ്പോഴോ ഇതേപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അടുത്തു കൂടെ പോകുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാതിരിക്കുക, ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കുക. പക്ഷേ നിങ്ങളുടെ ഉൾമനസ്സ് ശ്രദ്ധ വേണം. അവരിങ്ങോട്ട് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ശ്രദ്ധ വേണം, അത് വേറെ കാര്യം. പക്ഷേ മാക്സിമം നിങ്ങൾ അവർ സംസാരിക്കാതിരിക്കുക, ഐ കോണ്ടാക്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. പിന്നെ നാട്ടിലെ പല സംസ്കാരവും ഇവിടേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. അതേപോലെ ഇപ്പോൾ നമ്മൾ വേറൊരു ചെറിയൊരു കാര്യം പറയുന്നത്, നമ്മളൊരു ഒരു ഒരു പോസ്റ്റ് ഓഫീസിന് മുന്നിലോ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു ബസ്സിൽ കയറുമ്പോഴോ ഒക്കെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു സിസ്റ്റം അല്ല നമ്മുടെ നാട്ടിലുള്ളത്. അതായത് അത്യാവശ്യം കുറച്ച് പവറൊക്കെ ഉള്ള ഒരാൾ ആദ്യം കയറിപ്പോവും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാൾ തട്ടിമുട്ടി ആദ്യം കയറിപ്പോവും. നമ്മൾ സിനിമാ തിയേറ്ററിലൊക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല. നമ്മൾ അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുത മനോഹര കാഴ്ചയാണ്. അതായത് എത്ര വലിയ ആളാണെങ്കിലും എത്ര ശക്തിമാനായിട്ടുള്ള തടിച്ചിട്ടുള്ള എത്ര പവറുള്ള ഒരാളാണെങ്കിലും ആദ്യം വന്നവനാരോ അവനാണ് അത് ബസ്സിൽ കയറുക. ബസ്സിൽ കയറുമ്പോൾ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനോ ഒരു കാര്യത്തിനും ആർക്കും ഇവിടെ തിരക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എവിടേക്ക്, ഞാനടക്കമുള്ള ആൾക്കാർക്കും നമ്മളെന്താ പറയില്ല, എന്താ വായുഗുളിക വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു രീതിയിലും തിരക്കില്ല. നമ്മളൊന്ന് മുന്നോട്ട് പോയാൽ അവർ നമുക്ക് മാറിത്തരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലും ഈ ഒരു പൊതുബോധം ഉണ്ടാകുകയും നമ്മൾ അവർക്ക് മാറിക്കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ക്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിൽ പാലിക്കുന്ന ഒരു രാജ്യമാണ്, നല്ലൊരു സംസ്കാരമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും ഇത് തുടക്കത്തിൽ വന്നിട്ട് ഈ തിരക്കാനും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലർക്കും അത് ഇറിറ്റേഷൻ ആവും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില തെരുവിലുകളോ ചീത്തവിളികളൊക്കെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഈ ഒരു എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ നിയമം ഒരിക്കലും കയ്യിലെടുക്കാതിരിക്കണം. ആദ്യം നിയമം എന്താണെന്ന് അറിയണം, അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കടയിൽ ഒരു ഷോപ്പിൽ ഒരു കള്ളൻ വന്നിട്ട് എന്തെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് കള്ളനെ പിടിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ UK സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ അങ്ങനെ നമ്മൾ ടെസ്കോ മോറിസൺസ് പോലെയുള്ള സൂപ്പർ മാർക്കറ്റുമായിട്ട് പോവുകയാണെങ്കിലും പല കള്ളന്മാരും അവിടെ മോഷ്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മളവരെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസ് നമുക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എത്രത്തോളം അതിന് സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മളുടെ ശരീരം നമ്മളുടെ കാര്യം നോക്കി നടക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം, അവർ തടുക്കാനും ഉപദ്രവിക്കാനും പോകരുത്. പകരം സെക്യൂരിറ്റിയെയോ പോലീസിനെയോ ഇവർ അറിയിക്കുക എന്നുള്ളത്. പിന്നെ UK നിയമ സംവിധാനം ശക്തമാണ്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്തായാലും അവർ അറസ്റ്റ് ചെയ്യുകയും അതിനെതിരെ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ UK മലയാളി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇതേപോലെ ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ ഐ കോണ്ടാക്ട് കൊടുക്കാതെ മാറിപ്പോകണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവർ നമ്മളെ ആക്രമിച്ചാൽ അത് ഭാവിയിൽ എന്ത് പറ്റും, കുടിയേറ്റക്കാരെ ആക്രമിച്ചു, അങ്ങനെ പിന്നെ അവൻ്റെ സമൂഹം എന്താണ്, അവൻ്റെ മതം എന്താണ്, അതനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നീട് വാർത്തകൾ വരിക. ആൾക്കാർക്ക് എപ്പോഴും ഈ കിക്ക് ബൈറ്റിനോട് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് നമ്മളായിട്ടൊരു പ്രശ്നത്തിനും ഇടവരുത്താതിരിക്കുക എന്നുള്ളത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം.